ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു പാർട്ട് 2. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തിയിട്ട് തൊട്ടടുത്തതിനുള്ള ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്ററിലാണ് സ്റ്റേ ചെയ്തത്. ഏകദേശം 4 മണിയായപ്പോൾ ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷപ്പായി ഒരു ഓട്ടോ വിളിച്ച് നേരെ അമ്പലത്തിലെത്തി. അവിടെ എത്തിയതിന് ശേഷം നമുക്ക് അമ്പലത്തിൽ വെക്കാൻ ആവശ്യമായിട്ടുള്ള തുളസിമാലയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി. ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ ക്യൂ നിൽക്കാൻ തുടങ്ങിയാണ്. വൈശാഖ മാസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം ഒരു 11 മണി വരെ ക്യൂ നീണ്ടു നിന്നു. 4 മണിക്ക് നിന്നവർക്ക് പോലും 11 മണിക്കാണ് തൊഴാനായിട്ട് സാധിച്ചത്. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തൊഴുതിറങ്ങി. അവിടെ നിന്ന് ക്യൂ നിന്ന് പായസമൊക്കെ വാങ്ങി പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല പെരുമഴ. ആൾക്കാരെല്ലാം അവിടെ പോസ്റ്റായിട്ടിരിക്കും ഈ മഴ ഒന്ന് തോരാനായിട്ട്. അങ്ങനെ മഴ തോന്നുന്ന ടൈമിൽ ഞങ്ങൾ പയ്യെ നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് പോയി. ഞങ്ങൾ 5 പേരും നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശന്ന് കറങ്ങിയാണ് ഞങ്ങൾ അവിടെ ചെന്നത്. അപ്പോൾ 12 മണിക്ക് ചോറാവുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ വെജ് ബിരിയാണി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. അങ്ങനെ 12 മണി വരെ ഞങ്ങൾ അവിടെ കാര്യമൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ചോറ് വന്നു. അത് നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാവരും നല്ല ആസ്വദിച്ച് വൃത്തിക്ക് കഴിച്ച് വിത്ത് പായസമായിരുന്നു. നല്ല ഫുഡായിരുന്നു. അപ്പോൾ പൊതുവേ കോഫി ഹൗസിനെ പറ്റി ഫുഡിൽ നല്ല ഒപ്പീനിയനാണ്. അവിടെ ഒട്ടും മോശമായിട്ടില്ല, നല്ല ഫുഡായിരുന്നു. അതൊക്കെ കഴിച്ച് അമ്പലത്തിൽ നിന്ന് വാങ്ങിയ പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ എത്തി. കാര്യം 6 മണിക്കൂറായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ശേഷം ഞങ്ങൾ അവിടെ തന്നെ ക്ലോക്ക് റൂമിൽ ഞങ്ങളുടെ ബാഗും എല്ലാം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ബാഗും ഒക്കെ എടുത്ത് അവിടെ തന്നെ ഫ്രഷപ്പ് ചെയ്യാൻ എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ട് ഫ്രഷപ്പായി പോവാനായിട്ട് റെഡിയായി ഇറങ്ങുവാണ്. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ബൈ.